അങ്ങനെ ഉപ്പുമുളകും അവസാനിക്കുകയാണ്. ഉപ്പുമുളകിൻ്റെ സീസൺ 2 ഇന്നിവിടെ തീരുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വല്ലാത്ത സങ്കടമാണ്. ഈ കഥ അവസാനിക്കുമ്പോൾ പാർവതി അയ്യപ്പദാസ് എന്ന നടി മുടിയൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി ചെയ്തു തീർക്കുന്ന കഥാപാത്രം ഇവിടുന്ന് പോകുന്നതിലാണ് അവസാനിക്കുന്നത്. ഇനി ഞാൻ തിരികെ വരും എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു വിശ്വാസമാണ് ഉപ്പുമുളകും പ്രേക്ഷകർക്കും. എന്തായാലും പാർവതി തിരികെ വരും എന്ന് പറഞ്ഞതിലൂടെ സീരിയലിലെ കഥ ഇനിയും മുന്നോട്ട് വരും എന്നും ഉപ്പുമുളകും ടീം തന്നെ വീണ്ടും വരുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കും നൽകുന്നത്. ബാലുവും നീലുവും ഒക്കെ അതിവേഗമാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ അങ്ങനെ മറക്കാനും ആകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സീസൺ 2 വന്നപ്പോൾ സീസൺ 1-നേക്കാളും പ്രേക്ഷകർ ഇരട്ടിയായതെന്ന് പറയാം. കൂടുതൽ ആൾക്കാരെ കൂടി ചേർത്തുകൊണ്ടായിരുന്നു സീസൺ 2 വന്നത്. സീസൺ 1-ൽ ലച്ചുവും മുടിയനും ശിവാനിയും കേശുവും പാറുക്കുട്ടിയും നീലുവിൻ്റെയും ബാലുവിൻ്റെയും അച്ഛനും അമ്മയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർ സീസൺ 2-ലേക്ക് വന്നപ്പോൾ ഇവിടെ മുടിയൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും തൊട്ട അയൽവക്കക്കാരുമൊക്കെയായി മാറിയായിരുന്നു. അങ്ങനെയായിരുന്നു കഥ മുന്നോട്ട് പോയത്. അതിനും വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. എന്ത് പറഞ്ഞാലും സ്വീകാര്യതയ്ക്ക് ഉപ്പുമുളകിനും അന്നും ഇന്നും ഒരേ സ്ഥാനം തന്നെയാണ്. അതുവരെ കണ്ടുവരുന്ന സീരിയൽ സങ്കല്പങ്ങളെയൊക്കെ തന്നെ മാറ്റിമറിച്ച ഒരു സീരിയൽ എന്ന നിലയിൽ ഇപ്പോഴും ഉപ്പുമുളകിന് വലിയ പ്രേക്ഷക പ്രീതി തന്നെയാണ്. പ്രേക്ഷകർ എന്തോ സംഭവിച്ചാലും ഉപ്പുമുളകിനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ വിശേഷങ്ങളും ഏറ്റെടുക്കാറുള്ളത്. ഉപ്പുമുളകിൽ ഏത് കഥാപാത്രങ്ങളായാലും പ്രേക്ഷകരൊക്കെ തന്നെയും എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഉടനീളം ഒരു വലിയ കഥാപാത്രം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു. വലിയ കഥയും പശ്ചാത്തലവുമായി ഉപ്പുമുളക് വീണ്ടും വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ സീസൺ 2 അവസാനിക്കുമ്പോൾ അവർ നൽകുന്നത്. വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരു സീരിയൽ എന്ന് തന്നെ ഉപ്പുമുളകിനെ വിശേഷിപ്പിക്കണം. അതുപോലെ തന്നെ നീലുവും ബാലുവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, സാധാരണ കുടുംബം, കുശുമ്പും കുഞ്ഞായ്മയും സങ്കടവും വഴക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിലൂടെ കഥ പറഞ്ഞു പോയതുകൊണ്ടാണ് ഉപ്പുമുളകും എന്നൊരു കുടുംബത്തിനെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് പറയണം. അതുവരെ കണ്ടുവന്ന സീരിയൽ കഥാപാത്രങ്ങളെയും സീരിയൽ ടൈപ്പിങ്ങിനെയും ഒക്കെ തന്നെ മാറ്റിമറിച്ച ഒരു സീരിയലായിരുന്നു ഉപ്പുമുളകും. അമ്മായിയമ്മ നാത്തൂൻ പോരിനേക്കാൾ ഉപരി ഒരു കുടുംബത്തിൽ മറ്റെന്തൊക്കെ നടക്കുമോ അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു സീരിയൽ എന്ന നിലയിൽ ഉപ്പുമുളകും അന്ന് തന്നെ പ്രശസ്തമായിരുന്നു. അതിവേഗമാണ് ഉപ്പുമുളകും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത്. ടി വിയിൽ കാണുന്നതിനേക്കാൾ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ യൂട്യൂബിൽ പല ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ട് ഉപ്പുമുളകും. അങ്ങനെയാണ് ഉപ്പുമുളകിലെ ബാലുവും നീലുവും ഒക്കെ പ്രശസ്തരായി മാറിയത്. വളരെയേറെ നാളുകളായി തന്നെ ഇവർ ഇൻഡസ്ട്രികളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അൽസാബിദ് അടക്കമുള്ള ഇതിലെ എല്ലാ താരങ്ങളെയും ആരാധകർ ഏറ്റെടുത്തത് ഉപ്പുമുളകിൻ്റെ പ്രീതി കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ മക്കളുണ്ട്, അച്ഛനുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മുമ്മയുണ്ട്. അങ്ങനെ മലയാളികളുടെ സാധാരണ കുടുംബകഥ പറയുന്ന ഈ സീരിയൽ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി അതിവേഗമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉപ്പുമുളകിന് വലിയ ആരാധകരുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഉപ്പുമുളകും നിൽക്കരുതേ എന്നും വീണ്ടും തിരികെ വരണമേ എന്ന് തന്നെയാണ് എല്ലാവരും അപേക്ഷിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ കാണുകയും ഞങ്ങൾ ഒരു നിമിഷം സന്തോഷിക്കുകയും ചെയ്യുന്നത് ഇത് കണ്ടിട്ടാണെന്നും പ്രേക്ഷകർ തന്നെ അപേക്ഷിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.